എന്താണ് മുഖത്ത് കടന്നിലൂത്തിയോ? കടന്നലിന്റെ ഒരു ഭാഗ്യേ. വണ്ടായിരുന്നെങ്കിൽ ദുഷ്യന്തന്റെ മതിരി അരക്കായി നോക്കായിരുന്നു. നാണമില്ലല്ലോ. ആർക്ക്? ദുഷ്യന്തനോ? ഞാൻ അത്ര പൊട്ടിയൊന്നല്ല. എന്തൊരു ശൃംഗാരായിരുന്നു ആട്ടുകാരുടെ അടുത്ത്. പഴം ഉരിച്ചു കൊടുക്കുന്നു, പാല് കുടിപ്പിക്കുന്നു. 8 ഗുണം 10 ഗുണം. എന്ത്? അല്ല, ഈ നാട്ടില് കലാബോധം ഇല്ലാത്ത ഒരേ ഒരാളുള്ളൂ, തന്റെ അച്ഛൻ. ഇപ്പൊ താനും അച്ഛൻ പറഞ്ഞ് പഠിപ്പിച്ചതാ. തമാശക്കാണെങ്കിൽ പോലും കുമാരൻ വേറൊരു പെണ്ണിനോട് മിണ്ടണത് എനിക്കിഷ്ടല്ല. ഞാനും പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമുക്ക് നമ്മുടെ കുട്ടിക്കാലം മതിയായിരുന്നു. സ്കൂളിൽ പോവുക, മാവേലെറിയ, ആമ്പൽപ്പൂ പറിക്ക, ഓണം, വിഷു, തിരുവാതിര, ഉത്സവങ്ങള് എന്ത് രസമായിരുന്നു. ആരെയും പേടിക്കണ്ട. ഇപ്പതാ തന്നൊന്ന് കാണണമെങ്കിൽ തന്നെ പാത്തും പതുങ്ങിയും നമുക്ക് വലുതാവുണ്ടായിരുന്നു അല്ലേ. എല്ലാം എനിക്ക് മോഹിക്കാനേ പറ്റൂ. നിന്നെ നിന്റെ അച്ഛൻ എനിക്ക് തരുമെന്ന് തോന്നുന്നുണ്ടോ? വേറെ ആരെ കൊണ്ടെങ്കിലും കല്യാണം കഴിപ്പിക്കും. ഞാനന്ന് തൂങ്ങിച്ചാവാൻ തീർച്ച. വേണ്ട, അങ്ങനൊന്നും പറയരുത്. അയ്യോ പ്രസാദ്, വൈകുന്നേരം കുളക്കടവിൽ കാണാം. എവിടെ പോണടി? വീട്ടില്. അമ്മാണ്ടോ വീട്ടില്? എനിക്കറിയില്ല. വേണ്ട കേറാൻ. പ്രസാദോ? അമ്മാവന്റെ അമ്മാവിയുടെയും കൂടെ താമസിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറെ നാളായി. സത്യം പറഞ്ഞ വീട്ടിൽ അച്ഛന്റെ അമ്മയുടെ ഉപദേശം കേട്ട് മടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തെങ്കിലും പുതിയ കേസ് നാട്ടിലുണ്ടാക്കിയിട്ടുണ്ടാവും, അല്ലാണ്ട് ഇങ്ങോട്ട് വരില്ലല്ലോ. എന്റെ പെങ്ങളെ കണ്ണീര് കുടിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോടാ നിന്റെ ഈ അവതാരം തന്നെ. ഇനി ഉപദേശം അമ്മാവൻ തുടങ്ങിക്കോ. ഞാൻ ഇവിടെ നിൽക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ ഇപ്പൊ തന്നെ പോയേക്കാം. അവനൊരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. എല്ലാവരോടും പറഞ്ഞു പറഞ്ഞ് അവനെ തെമ്മാടിയാക്കുന്നതാ. ആകെ ഇവിടുത്തെ സ്നേഹമുള്ളത് അമ്മാവിക്ക് മാത്രമേ ഉള്ളൂ. അകത്ത് കയറട്ടെ. കള്ളും കഞ്ചാവും ആയിട്ട് നടക്കുന്നവനെ ഇങ്ങനെ സ്നേഹിച്ചാലുണ്ടല്ലോ, ബാധ പോലെ എപ്പോഴും വന്ന് കയറും. ഒരാളുടെ ചെലവെന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല. നാളെ മൂലം പെട്രോൾ അടിക്കാനുള്ള കാശും ചോദിച്ചു കൊടുക്കും. 10 പൈസ ഞാൻ കൊടുക്കില്ല. ഒന്ന് വേഗം കയറാ. ഒരു പെണ്ണ് വരുന്ന പറഞ്ഞ മണിക്കൂർ 4 വെള്ളത്തിൽ കിടക്കണേ. എടാ നോക്കിയിരിക്കാതെ വല്ലപ്പോഴൊക്കെ ഇറങ്ങി ഒന്ന് കുളിക്കണ. അയ്യടാ, ഞാൻ മിനിഞ്ഞാന്ന് കുളിച്ചതാ. തമാശക്കാരൻ. എന്നെ മുണ്ട് വളർത്തിട്ട് എടുത്ത് പിടിച്ചിട. പയ്യൻ ഇങ്ങോട്ട് വരാൻ. മുണ്ട് പിടിച്ചിട. പെണ്ണ് വരണേ. ആരെങ്കിലും വരികയാണെങ്കിൽ ഒന്ന് വിസരിച്ചേ. അത് ഞാൻ ഏറ്റവും മോനെ. ദൈവമേ, ഇപ്പൊ അവൻ പൊന്തിയ ശവം പൊന്തിയതിന് തുല്യാവും. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ല ഇവിടെ വന്ന് കുളിക്കരുതെന്ന്. കണ്ട എംബോക്കികളൊക്കെ വായി നോക്കിക്കണ്ടില്ലേ. കേറി പൊടി. അവൾക്ക് കുളിക്കാൻ വീട്ടിലെങ്കിലും വെള്ളമില്ലാഞ്ഞിട്ടല്ലേ. വേഗം പൊടി. മേലാലി നിങ്ങൾ ആവർത്തിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം നിനക്കറിയാലോ. എന്താടാ വന്നു വന്ന് നാടകങ്ങൾ ഇവിടെ തുടങ്ങിയോ? ഞാൻ പശുവിനെ കുളിപ്പിക്കാൻ വന്ന. പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവിലാണോടാ പശുവിനെ കുളിപ്പിക്കുന്നത്? പശു പെണ്ണായതുകൊണ്ട് പെണ്ണുങ്ങൾ കുളിപ്പിനടുത്ത് കുളിപ്പിച്ചു. പശു കാളയാണെങ്കിൽ ആണുങ്ങൾ കുളിപ്പിനടുത്ത് കുളിപ്പിക്കും. പാപ്പച്ച, പാപ്പച്ച, എന്താടാ? പാപ്പച്ചന്റെ അമ്മ. അമ്മ? അയ്യോ, ഭയങ്കര കഷ്ടമായി പോയി. കർത്താവേ, എന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയ? കുറച്ചു നേരമായുള്ളൂ. പാപ്പച്ചൻ വേഗം അങ്ങോട്ട് ചെല്ലും. എന്താ പറ്റിയെന്ന് വെച്ചാൽ പറയടാ. വിഷമിക്കാനൊന്നുമില്ല. പള്ളിയിൽ വെച്ച അന്ത്യകൂദാശ. പാപ്പച്ചൻ നിക്ക്, മുഴുവൻ പറയട്ടെ. പള്ളിയിൽ വെച്ച അന്ത്യകൂദാശ കൊടുക്കാൻ പോയ നേരത്തെ അച്ഛന്റെ മേടയിൽ കള്ളം കയറിയെന്ന് പാപ്പച്ചന്റെ അമ്മ എന്ന് പറഞ്ഞു. ഞാനത് പറയാൻ തുടങ്ങിയതാ. ഈ മീനിക്കൾ ഇതാക്കേണ്ട സ്ഥലം. ഏത് സമയത്ത് തോന്നിയതാണ് അവ കുളിക്കാൻ ഇറങ്ങാൻ. കാലനും കലികാലം. കൊള്ളാം, നല്ല കാച്ചിങ് ടൈറ്റിൽ. കൂരാകൂരിട്ടത്ത് കറുത്ത പോത്തിന്റെ പുറത്ത് കയ്യിൽ കയറുമായി വന്നു കാലൻ.
പാപ്പച്ച പാപ്പച്ച ആരാ? നിന്റെ കാലൻ ഒന്നിറങ്ങിവാ. കാലനോ? ഇത്ര പെട്ടെന്ന് വന്നോ? സൂപ്പർ ആയിട്ടാ. നിന്നെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയത്, നിന്നെ നായകനാക്കിട്ട് ആദിവാസി നാടകം എഴുതിയാലോ ഒന്ന്. എന്റെ വായിലേക്ക് കേക്കരുത്. ഇപ്പൊ മുണ്ടെടുത്തോടാ. ആദിവാസി നാടകം മാത്രല്ലടാ, ആദിഭാവത്തിന്റെ സെക്കൻഡ് പാർട്ട് എടുത്താലൊന്ന് ആലോചിക്കാ. എന്നെ മുണ്ട് പോവല്ലേ? അമ്മ അങ്ങോട്ട് പോ. അമ്മ അങ്ങോട്ട് വരില്ലേട്ടോ. ഇങ്ങോട്ട് വരില്ല അമ്മേ. ഏത് പെണ്ണാണ് ഓടിപ്പോയത്? എന്റെ കർത്താവ് ഈശോ മിശിഹായെ, ഈ കുരുത്തം കെട്ടോ 7-ാം പ്രമാണം തെറ്റിക്കാൻ തുടങ്ങിയല്ലോ. മോഷണത്തെക്കാളും മദ്യപാനത്തെക്കാളും വലിയ പാപമാണ് വ്യഭിചാരം. അച്ചോ ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. നിന്റെ അമ്മ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നോടെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. വ്യഭിചാരം ചെയ്യുന്നതിനുള്ള ശിക്ഷ എന്താണെന്ന് എനിക്കറിയാവൂ. അച്ഛൻ പറയാതെ ഞാനങ്ങനെ കേട്ടോ, നരകത്തിന്റെ നടുക്കൊരു മുള്ളുമുറുക്കുണ്ട്. നിന്നെ പോലുള്ള മഹാപാപികളെ ആ മുറുക്കി കയറ്റി നഗ്നരാക്കി താഴേക്ക് ഊർത്തുവിടും. മനസ്സിലായോ? എന്താടാ ചിരിക്കണത്? അല്ല, ഈ പാപികളെല്ലാം ഊർന്നിറങ്ങിയപ്പോ മുരുക്കിന്റെ മുള്ളല്ല ഇപ്പൊ തേഞ്ഞ് ഒരുമാതിരി മെഴുമെഴുന്നായിണ്ടാവും. പണ്ടാരാണ്ടോ പറഞ്ഞ പോലെയാ നിന്റെ കാര്യം. എന്തിനാണപ്പാ എന്നെ തല്ലണ? ഞാൻ ഏതായാലും ഗുണം പിടിക്കില്ല. എടാ, നിന്നോട് എത്ര നാളായി ഞാൻ പറയണു പെരുന്നാളിന് വേണ്ടി ഒരു നാടകം എഴുതരാൻ. നിനക്ക് ശകുന്തളി ദുഷ്യന്തനും മതിയല്ലോ. കർത്താവിനെ മറന്നുള്ള കളി ശരിയല്ല പാപ്പച്ച. അച്ഛൻ ഈ ബൈബിൾ നാടകം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കാശുകളുള്ള പരിപാടിയാ. മാത്രല്ല അമ്പല കമ്മിറ്റിക്കാരും ബുക്ക് ചെയ്യൂല. പിന്നെ പള്ളിക്ക് വല്ല ഗാനമേള മിമിക്രിയൊക്കെ മതിയല്ലോ. വേണ്ട വേണ്ട, വിസ്തരിക്കണ്ട. നിന്നെ കൊണ്ട് സാധിക്കില്ല. അത് തന്നെ കാര്യം. കാരണം ബൈബിള് വായിച്ചിരിക്കണം. അതില്ലല്ലോ. ശരി, ഞാൻ ഏതായാലും ഒരു നാടകം എഴുതിയിട്ടുണ്ട്. ഓ, നിന്റെ കൂട്ടുകാരെല്ലാം വിളിച്ചോണ്ട് പോവാ. നമുക്ക് റിഹേഴ്സൽ തുടങ്ങാം. ഇവിടെ ആരുമില്ല. നീ ആ പെണ്ണിനോട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ വേഗം പോയി പറഞ്ഞിട്ട് വന്നോളാം. ആരെങ്കിലും വരാൻ ഞാൻ വിസിലടിക്കാം. വിസിലടിച്ച ആളെ കുട്ടി കൊന്നോളി ഞാൻ. വിസിലടിക്കാൻ പാടില്ല അല്ലേ? അടിക്കാം, പക്ഷെ അതിന്റെ അവസാനത്തെ അടിയായിരിക്കും. ഇവൻ അമ്മേനെയാണോ മോളെയാണോ കാണാൻ പോണേ? ഓ, കാമുമാരൊരു ഗതിയേടെ. എന്തായാലും ഞാൻ ഇവിടുന്ന് ശരിയാവില്ല. ലക്ഷ്മി, 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 വാതിലോർക്ക്. ലക്ഷ്മി, വാതിലോർക്ക്. ഇല്ല, ഞാൻ തുറക്കില്ല. ഒരു കുഴപ്പമില്ല. അയ്യോ, അച്ഛൻ ഉറങ്ങിയിട്ടില്ല. അച്ഛനെന്താ കൂർക്ക? എനിക്ക് പേടിയാവുന്നു. വാതിൽ തുറക്ക്. ഞാൻ പറഞ്ഞ കേക്ക്. വാതിലോർക്ക്. ഈ കുറ്റിയക്കാരാ കണ്ടുപിടിച്ച്. മനസ്സിലാവില്ല. അച്ഛനമ്മ അറിഞ്ഞ എനിക്ക് പേടിയാവുന്നു. നീ എങ്ങനെ കല്യാണത്തിന് സമ്മതിച്ചിട്ടല്ലോ, അവനെയും കൊല്ലും നിന്നെയും കൊല്ലും, ഞാനും ചാവും. ഞാൻ സമ്മതിക്കില്ല. പ്ലീസ്, അച്ഛൻ ഉറങ്ങിയിട്ടില്ല. റേഷനരി മണപ്പിച്ച് ബോധം കെടുത്താം. വേണ്ട കുമാര. വേണം കുമാരി. കുരിശ് ഈ പഞ്ചായത്തിൽ ഞാനല്ലാതെ വേറൊരു കള്ളനോ? ഡോണ്ട് വെറി, ഞാനും സെയിം പ്രൊഫഷനാ. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഏത് ജയിലിലായിരുന്നു? ഞാൻ പൂജപ്പുരേന്നാ. കൂട്ടുകാരൻ ആ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത് ഞാൻ കണ്ടു. കൊച്ചു കള്ള. ഞാൻ സാധാരണ ഒറ്റയ്ക്ക. ആരെയും വിശ്വസിക്കാൻ കൊള്ളൂല. ഒക്കെ ചതിയന്മാരാ. എനിക്ക് നീ വീട്ടിലാ ഡ്യൂട്ടി. അപ്പൊ ഞാൻ പോട്ടെ. അയ്യോ, ഒരു കാര്യം മറന്നു. യോഗമുണ്ടെങ്കിൽ നമുക്ക് വിയ്യൂര് ജയിലിൽ വെച്ച് കാണാം. നിന്നെപ്പോ ഞാൻ പിടിച്ചാലേ കുമാരൻ ആ വീട്ടിലുണ്ട് നീ വിളിച്ചു പറയും. അത് വേണ്ട, നിന്നെന്റെ കയ്യിൽ കിട്ടും. അന്ന് കുമാരൻ ഒരു പണിയാവും ചെയ്യും.
എന്താ ചെയ്യാ? ഒന്ന് പെട്ടെന്ന് മാറുന്നത്. ഒരു കള്ളൻ കയറി. കള്ളൻ ഇനി കള്ളനാന്നും പറഞ്ഞു കുമാരനെ ഞാൻ അവര് കയറി പിടിക്കോ? ഞങ്ങൾ കണ്ടതാണെന്നേ. പിന്നെ ഏത് വഴിക്ക് പോയി? എന്താ കുറിപ്പേട്ടാ? ഒരു കള്ളം വന്നു എന്ന് പറയണു. ഇവരെ ഓടിച്ചിവിടെ കൊണ്ടുവന്നു. പിടിക്കോ? എന്നിട്ട് എല്ലാരും നോക്കി നിൽക്കണേ. പോയി നോക്കടാ. നിങ്ങൾ അങ്ങോട്ട് പോ. നിങ്ങൾ അവിടെ പോയി നോക്കിയാൽ പോയി നോക്കടാ. ചേട്ടാ ഇത് കയറാൻ. അപ്പൊ ഞാൻ കള്ളനെ ഒന്നും പറയണ്ട. ഇത് കയറാൻ അല്ല. ചേട്ടാ ഞാൻ എങ്ങോട്ടാ നീ എവിടെയെങ്കിലും പോ. മോളെ ലക്ഷ്മി, എവിടെ പോണേ? അച്ഛനാ അത്. ആ നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഒരു കള്ളൻ ഇറങ്ങിയിട്ടുണ്ട്. നാട്ടുകാരെ വിട്ടിട്ട് ഓടിക്കുക. എവിടെയാണ് പതുങ്ങിയിരിക്കണെന്ന് അറിയാൻ പറ്റില്ലേ? ആ ഒന്നാമത് ഇപ്പോ ഒരുത്തനെ വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാം തട്ടിപ്പ് പാർട്ടീസ് അല്ലേ. രാത്രിയായി ഇറങ്ങും. താടിത്തെണ്ടിനെ കിട്ടിങ്ങ ഈ തെണ്ടിനെ രക്ഷിക്കായിരുന്നു. അല്ലാതെ നിന്റെ അപ്പൻ എന്താ എന്താ? അല്ലേടാ ഞങ്ങൾ ആളറിയാതെ. ഇവിടെ കള്ളൻ റേഷൻ കാർഡ് അഡ്രസ് ആയിട്ട് വരും. എന്നാ പിടിച്ചോളാൻ പറഞ്ഞിട്ട് ഒന്ന് പോയടാ, പോയേ. പോടാ അവിടുന്ന്. വല്ലം പറ്റിയോടാ? ഇനി കൂടുതൽ എന്ത് പറ്റാനാ കുറിപ്പേട്ടാ? ഇനി ഇടിച്ച ഒരു ചമ്മന്തി ആക്കിയോ? എന്റെ ചമ്മന്തി കുറച്ച് വേണം കഞ്ഞിക്ക് കൂട്ടാൻ. ഇവിടെ ആവുമ്പോ പോലീസിന് പെട്ടെന്ന് സംശയം ഉണ്ടാവില്ല. പിന്നെ ഞാനിവിടെ ഉണ്ടെന്ന് ഗോപിയോടും വർഗീസ് സാറോടൊന്ന് പറയണം. ശരി തമ്പ്ര. ഇപ്പോഴല്ല, നാളെ. തമ്പ്ര, 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 പോലീസ് നാട് നിങ്ങളെ തരുന്നുണ്ട്. തമ്പ്രാൻ കുറച്ചു ദിവസത്തേക്ക് പുറത്തേക്കൊന്നും ഇറങ്ങില്ലേ. മോളെ, തല പോയാലും തമ്പ്രാൻ ഇവിടെ ഉണ്ടെന്ന് ആരോടും പറയല്ലേ.
അമ്മേ, എന്താണേ കാണിക്കുന്നേ? അമ്മാവി എന്തായാലും ഇവളെ ഞാൻ കെട്ടാൻ പോവാ. പിന്നെന്തിനാ അവള് വെറുതെ കിടന്ന് കാരണത്? അമ്മാവി ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഇതെവിടെ പോയി? കുമാരാ, കുമാരാ, എന്താ ഇതാരാ പൊട്ടിച്ചത്? ഇങ്ങനെയാ തോട്ടം നോക്കുന്നേ? വലിയ ഗാർഡനർ ആണത്രേ. സ്റ്റുപ്പിഡ്. തൊപ്പിടെന്ന് പറഞ്ഞ ചീത്തവാക്കെന്ന് മനസ്സിലായി, പക്ഷെ അർത്ഥം പിടിയിട്ടില്ല. തൽക്കാലം ഇത്ര മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ മനസ്സിലാക്കണല്ലേ ഈ പണി നിർത്തി കോളേജിൽ പോയി ചേർന്നോ? അപ്പൊ ബിന്ദു കോളേജിൽ പോണത് ഇതൊക്കെ പഠിക്കാനല്ലേ? ബിന്ദുവോ? എന്നെ പേര് വിളിക്കാൻ നീ ആരാ? ഇവിടുത്തെ മജിസ്ട്രേറ്റോ? ആ, വേഗം പണി തീർത്തിട്ട് വാ. ടൗണിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട്. എന്താ ഞാൻ പറഞ്ഞു? ബഹളം വെക്കല് വെറുതെ. നിന്നോടാരാ ഇവിടെ വരാൻ പറഞ്ഞത്? ഇത് ഞങ്ങളുടെ പേഴ്സണൽ മാറ്ററാ. ഷൈൻ ചെയ്യാൻ വന്നിരിക്കുന്നു. അവനാര്? എന്റെ ബോഡി ഗാർഡോ? ഞാൻ പോകുന്ന വഴി എന്റെ പുറകെ നടക്കാൻ. ജോലിക്കാരനാണെങ്കിൽ ജോലിക്കാരന്റെ സ്ഥാനത്ത് നിന്നാ മതി. ഇവള് പറയുന്നതിലും കാര്യമില്ലേ? മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ടത് ഇവളല്ലേ? ഇനി അവനെ വേണ്ടച്ചാ, നമുക്ക് പറഞ്ഞയക്കാം. അന്ന് ആ ആപ്പിള് കേട്ടപ്പോഴേ പറഞ്ഞു വിട്ടാ മതിയായിരുന്നു. അച്ഛനൊരു പാവായതുകൊണ്ടാ ഇങ്ങനെ എല്ലാരെയും വിശ്വസിക്കണേ. മനസ്സിനൊരു അതൃപ്തി തോന്നിയാ പിന്നെ നിർത്തുക നല്ലതെന്ന് ഇവിടുന്നല്ലേ പറയാറ്? വേണ്ട, എഴുന്നേക്കണ്ട. ഒരായുസ് മുഴുവൻ നിന്റെ അമ്മയെ ഞാൻ കണ്ണീര് കുടിപ്പിച്ചു. ഇപ്പൊ നിന്നെയും. ഇനി എനിക്ക് ഈ നാടകം തുടരാൻ വയ്യ. സാർ, ഒരിക്കലെങ്കിലും നീ എന്നെ അച്ഛാന്നൊന്ന് വിളിക്കണം. ഒരിക്കൽ മാത്രം. അച്ഛാ. ചിറകു തേടുമീ സ്വരം, അരികിലോർമ തന്മുഖം, വേനൽ തീയിൽ മൂകസന്ധ്യകൾ